നീയാണോ? അമ്മ തേടി അവിടെ ഉണ്ട്. എന്താട്ടാ? അതെ, ഒന്നുമില്ല. കഴിഞ്ഞെങ്കിൽ ഒന്ന് പാത്രം കഴുത്താടി. എന്താടാ? വെള്ളം എടുത്തുതരാം. മല്ലിപ്പൊടി തീർന്നില്ലടി? ഉണ്ട്. പിന്നെ വാങ്ങേണ്ട കാര്യമില്ലല്ലോ. സോറി. എന്തടി? അച്ഛനമ്മയ്ക്ക് ഉമ്മ കൊടുത്ത്. ഗുഡ് നൈറ്റ്. സുമേ, നീ ഒന്ന് പുറത്തേക്ക് വന്നു. നിന്റെ കാശെല്ലാം ഉണ്ടോ? എന്റെ കാശ് ആളെ നോക്ക്, അവിടെ ആളെ ഒന്ന് നോക്കാൻ പാടില്ലേ? ഞാൻ ശരിയാക്കൂല, ക്ലച്ച് ശരിയാക്കൂല. കയ്യിൽ 5 കാശില്ലടാ. വൻ ശോകമാണ്. മഞ്ഞ ജിലേബി കോൾ സെന്റർ അടി പൊളിയായിരിക്കും, ഉഗ്രനായിരിക്കും. രാത്രി പോകണമെങ്കിൽ ചിക്സിനെയും കിട്ടും. ആ സോണീനെ വിളിച്ചോ കൂടെ. എന്റെ പട്ടി വിളിക്കാണ്. അഭിലാഷ്, ഹായ്. See me. Oh yeah. Oh, so you're an architect. Our process here is time bound, and moreover, we have targets as well. So, are you up for that? Yeah, I'm game. I'm cool. Hi guys, good evening. Good evening, sir. Sure, certainly, no problem. വേറൊന്നും അറിഞ്ഞില്ലെങ്കിലും ഇവിടെ വർക്ക് ചെയ്യാൻ ഇതൊക്കെ മതി. Sure, certainly, no problem. You. Sure, certainly, no problem. No problem, sir. Definitely I can.
Hey, this is AB. How can I help you? What the hell is going on? I've been waiting here for so long for somebody to attend a fucking call. If you put me on hold, I'm gonna make sure that your fucking One job sec. goes, Hold on, man. hold on. Yeah, ma'am. Please. അങ്ങനെ നാടറിയുന്ന നാട്ടാരെ അറിയുന്ന മനുഷ്യസ്നേഹിയായ നമ്മളുടെ സർക്കിൾ ഇൻസ്പെക്ടർ ഇർഫാൻ സാർ ഈ സ്റ്റേഷന്റെ പടിയിറങ്ങാൻ പോകുന്ന ഈ വേളയിൽ എനിക്ക് സംസാരിക്കാൻ വാക്കുകൾ കിട്ടുന്നില്ല. സുനിത പ്ലീസ് സാർ സന്തോഷം സാർ ഫോട്ടോ സാർ 2 വാക്ക് എന്ന്. സ്നേഹം അതിന്റെ സ്വന്തം അഗാധതയെ വേർപാടിന്റെ വിനാഴിക അവരറിയുന്നില്ല. നിങ്ങൾ ഇത്ര പെട്ടെന്ന് പിരിഞ്ഞു പോകേണ്ടി വരുമെന്ന് ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല. സാരമില്ല, ഞാൻ ഒരുപാട് ദൂരത്തേക്കൊന്നും പോകുന്നില്ലല്ലോ. തൊട്ടടുത്ത ബസ് സ്റ്റേഷനിൽ ഞാനുണ്ട്. എന്ത് ആവശ്യമുണ്ടെങ്കിലും എപ്പോൾ വേണമെങ്കിലും എന്നെ നിങ്ങൾക്ക് വിളിക്കാം. ഒന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ, സ്നേഹം കൊണ്ട് ലോകം കീഴടക്കുക. പറ്റുമെങ്കിൽ ബ്ലഡ് ഡൊണേറ്റ് ചെയ്യാൻ. നന്ദി. ഹലോ. ആ ഞാനാ സുമേ, ഞാനാ. ആ ഏട്ടാ. ഉച്ചയ്ക്ക് ഊണ് കഴിക്കാൻ വന്നാലോ എന്നാ. വായോ, ഭക്ഷണം ഉണ്ട്. വേണ്ട. അല്ല, പ്രത്യേകിച്ച് എന്തെങ്കിലും? ഒന്നും വേണ്ട. നേരത്തെ വരില്ലേ? ആ ശരി. അവൾക്ക് എന്ത് വാങ്ങടോ? ആർക്ക്? എൻ്റെ ഭാര്യയ്ക്ക് ഒരു ഗിഫ്റ്റ് വാങ്ങണം. എന്താ വേണ്ട വെച്ചാൽ അവളൊന്നും പറയണമില്ല. ഇപ്പം ഞാനാണെങ്കിൽ ഒരു കൊന്നയും വാങ്ങിക്കൊടുത്ത് കൂട്ടത്തിൽ ഒരു സിനിമയ്ക്ക് കൊണ്ടുപോകും. ഫാബിക്ക് അതാണ് ഇഷ്ടം. ഇനിയിപ്പോൾ തനിക്കാണെങ്കിൽ ഒരു നിലവിളക്ക് മാറ്റി കൊടുത്ത് സിനിമയ്ക്ക് കൊണ്ടുപോകും. നിലവിളക്കോ? ആ ഓടോ. ഒരു കാര്യം, പിന്നെ തന്റെ ഇഷ്ടം പോലെ ചെയ്. എനിക്കാണ് നിന്നാ ഫാബി വഴക്ക് പറയും. രഘു, വൈകിട്ട് എന്താ പരിപാടി? കൂടണ്ടേ? ആ നല്ലതല്ലേ? സാർ സാർ ഞാൻ ഇന്ന് പാർട്ടിക്കില്ല, പള്ളിയിൽ പോണം. കഴിച്ചോ? മതിയോ? ഒരു മസാല ദോശ കൂടി പറയട്ടെ. കൈ എഴുന്നില്ലേ? ജ്യൂസ് കുടിക്കണേ? ആ, ഞാൻ കുടിച്ചോളാം. ആ ഞാനാ. ഏയ് ഇല്ല, പറഞ്ഞോളൂ. സുമയോട് ഞാൻ എന്തെങ്കിലും വൈകിട്ട് വാങ്ങിയിട്ട് വരാനുണ്ടായിരുന്നു. അതിപ്പോ എന്ത് വാങ്ങുന്ന എന്തേലും ചെറുത് മതി. ആ ചെറുത് മതി. എന്തപ്പം കൊടുക്കുക? എന്നാ പിന്നെ ഒരു മസാല ദോശയാലോ? ആഹാ ശരി. അമ്മേ ഒന്ന് മാറിക്കാമേ. ഇതിപ്പോ കഴിയും. അമ്മ എനിക്ക് കുറച്ച് ഡൗട്ട്സ് ഒക്കെ ക്ലിയർ ചെയ്യാനുണ്ട്. അപ്പൊ നിനക്ക് നാളെ ചിരിച്ചൊക്കെ വേണ്ടേ? ചില പിന്നെ ഉണ്ടാക്കാമല്ലോ അമ്മേ. എന്താ അത്? എനിക്ക് വേണ്ടി വാങ്ങിയതാ. മസാല ദോശ. മസാല ദോശ എന്തൊക്കെ വേണോ? എനിക്കൊന്നും വേണ്ട, അമ്മ തന്നെ തന്നാ മതി. ആഹാ. നിനക്ക് വേണ്ടല്ലോ? ഇഷ്ടായ? ഇവൻ ഈ ടൈപ്പ് പ്രാന്തം പാട്ടേ കേൾക്കുള്ളൂ. രാവിലെ മുതൽ മുറിയടച്ചിരിക്കുന്ന ഒന്നും കഴിച്ചിട്ടുമില്ല. എപ്പോൾ നോക്കിയാലും ബാൽക്കണിയിൽ നിന്ന് വിദൂരതയിലേക്ക് നോക്കിയുള്ളിരിപ്പ. എന്തോ പറ്റിയിട്ടുണ്ട്. എങ്ങനെ പറ്റായിരിക്കും? ഈ ടൈപ്പ് പാട്ടല്ലേ കേൾക്കുന്നത്? ഉള്ള തല ഇരുന്നിട്ടുണ്ടോ? പിള്ളേര് പറയണ അച്ഛന് മ്യൂസിക് സെൻസ് ഇല്ല എന്നാ. എനിക്കാ? താനേ ഞാൻ പഠിച്ച സ്കൂളിലും കോളേജിലും പോയി അന്വേഷിച്ചു നോക്ക്. അപ്പം അറിയാം എനിക്ക് പാട്ട് പാടാൻ അറിയോ. അപ്പം ഞാൻ പോട്ടെ. ഇരിക്കടോ, പാട്ട് കേൾക്കണ്ടേ? ശരിക്കും ശരിക്കും കേട്ടോ. തല്ലിയ
ചാമ്പൽ കടവിലെന്നരയ്ക്കു വെള്ളം അന്ന് നമ്മളൊന്നായി തുഴഞ്ഞില്ലേ കൊതുമ്പൂവള്ളം നമ്മുടെ നെഞ്ചിലാകെ ശരിക്കും യേശുദാസ് പാടണമാരി ഉണ്ടായിരുന്നു. ഞാൻ പറഞ്ഞില്ലേ